ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വലിയ സന്തോഷത്തിലെ ഒരു നല്ല കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ചൂട് സഹിക്കാൻ മേലാത്ത ചൂടല്ലേ നമ്മുടെ ഇന്ത്യയിൽ. പക്ഷേ അമേരിക്ക കാനഡയിലൊക്കെ തണുപ്പാണ്. അവരാ തണുപ്പ് സഹിക്കാൻ മേലെന്ന് പറയും. എന്തായാലും കാലാവസ്ഥ ഒരു പ്രശ്നമല്ലാതെ ജീവിക്കാൻ ശക്തിയുള്ളവരാണ് ഈ പ്ലാന്റ്സിൻ്റെ കണ്ടോ ഈ പച്ചല പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്തിയാണ് ഭക്ഷണമുണ്ടാക്കി. അവരാണ് പ്രൊഡ്യൂസേഴ്സ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളെല്ലാം കൺസ്യൂം ചെയ്യുന്നത്. മനുഷ്യരെല്ലാം കൺസ്യൂമേഴ്സാണ്, ഭക്ഷിക്കുന്നവരാണ്. ഈ പച്ചലയിലുള്ള ക്ലോറോഫിൽ അതൊരു പ്ലാസ്റ്റിഡാണ്. അത് ഇലകൾക്ക് മാത്രമേ ഉള്ളൂ. ഈ ക്ലോറോഫിലാണ് ഇതിനെ സഹായിക്കുന്നത്. പിന്നീട് ഇത് ഇച്ചിരൂടെ പ്രായമാകുമ്പോൾ ഇലയിൽ ക്രോമോപ്ലാസ്റ്റാകും. എന്നുവെച്ചാൽ കളറുള്ള ഒരു പിഗ്മെൻ്റ് ആവും. പച്ചയല്ല, ചിലപ്പോൾ മഞ്ഞയായിരിക്കും, ഓറഞ്ചായിരിക്കാം, റെഡായിരിക്കാം. പിന്നീട് അതിൻ്റെ അവസാന കാലത്ത് അത് മ്യൂക്കോപ്ലാസ്റ്റ്. മ്യൂക്കോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കളറൊന്നുമില്ല, അങ്ങനെ അത് ഫെയ്ഡ് ചെയ്ത് ഇലയങ്ങ് താഴെ വീഴും. എന്നാൽ കാനഡയിലൊക്കെ വേറൊരു പ്രത്യേകതയുണ്ട്. ചൂട് കാലത്ത് പ്ലാന്റ്സൊക്കെ നന്നായിട്ട് വളരും. തണുപ്പങ്ങ് ആരംഭിച്ച ഉടനെ എന്ത് ചെയ്യുന്നറിയോ, ഈ ഇലകൾ ക്രോമോപ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, മ്യൂക്കോപ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവർ തന്നെ അങ്ങ് വീണ് പോകും. അപ്പോൾ ഈ നവംബർ ഡിസംബർ മാസത്തിലും ജനുവരിയിലൊക്കെ ചെന്നാൽ മരങ്ങളൊക്കെ ഇലയില്ലാതെ നിൽക്കുന്ന ഒരു സീൻ ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം. എൻ്റെ സിസ്റ്റർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ ഡ്രൈവ് ചെയ്ത് വീട്ടിലോട്ട് പോകുമ്പോൾ കാണുന്ന നല്ല ദൃശ്യം ഇന്ന് നിങ്ങളെ കാണിക്കാം.